ചോദിച്ചോളൂ. ട്രെയിനിങ്ങിൽ നീ നൽകിയ പ്രതിജ്ഞ മറന്നു. I, Kiran Kumararaj, do solemnly affirm that I will be faithful, bear true allegiance to India and to the Constitution of India as by law establishment, that I will uphold the sovereignty and integrity of India, and I will carry out the duties of my office loyally, honestly and impartially. Okay. Where is the honesty, loyalty and impartiality? വെബ്സൈറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെ നീ ടോർച്ചർ ചെയ്യൂ. വെബ്സൈറ്റോ? അതിന് വെബ്സൈറ്റിലിട്ടത് അരുണല്ലോ. അതെയോ? ഇതെന്താ പെട്ടെന്ന് പുതിയതായി? അന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് അവനൊരു സിക്ക് മൈൻഡഡ് ആണെന്ന്? സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സർ. അന്ന് ഞാൻ പറഞ്ഞത് ഒരു സിക്ക് മൈൻഡഡ് പേഴ്സൺ ആണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. അരുണിന്റെ പേര് ഞാനിപ്പോ പറഞ്ഞിട്ടേ ഇല്ലല്ലോ സർ. പിന്നെ എന്തിനാ അരുണിന്റെ മേലെ സർവൈലൻസ് ഏർപ്പെടുത്തി? അവന്റെ ഫ്രണ്ടിനെ എന്തിനാ അറസ്റ്റ് ചെയ്തു? ഇങ്ങനൊരു ബ്ലെയിമിംഗ് എൻക്വയറിക്ക് ശേഷം നമുക്ക് ചെയ്യാം സർ. പക്ഷെ അതിനു മുമ്പ് നമുക്കിവിടെ കുറ്റവാളിയെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യണം സർ. Again, that lollipop guy? Maybe. My God. നീ ഇനിയും ഹാലൂസിനേഷൻ ഒന്നും പുറത്തേക്ക് വന്നില്ലേ? സർ, ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ഹാലൂസിനേഷനോ? സർ, ഞാൻ പറഞ്ഞതൊക്കെ പച്ചയായ സത്യമാണ് സർ. അരുണും ഈ വെബ്സൈറ്റിനും യാതൊരുവിധ ബന്ധവുമില്ല. ഇവനൊരു സ്റ്റോക്കറാണ്. സ്പോണ്ടേനിയസ് ആയി ഇമ്പൾസീവ് ആയി റിയാക്ട് ചെയ്യുന്നവൻ. ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവര് എന്ത് വേണേലും ചെയ്യും, മേർഡർ അടക്കം. എന്ന വെബ്സൈറ്റ് ഒന്നും പോസിബിൾ അല്ല സർ. എന്താന്ന് വെച്ചാ ഇതൊക്കെ ചെയ്യാനുള്ള പേഷ്യൻസും ടൈമും അരുൺ ഒരിക്കലും ഉണ്ടായിരുന്നില്ല സർ. ഇത് തീർച്ചയായും ഒരു സിക്ക് മൈൻഡഡ് പേഴ്സന്റെ പ്രവൃത്തിയാണ് സർ. ഇവൻ വളരെ ഡേഞ്ചറാണ് സർ. അവനല്ല ഡേഞ്ചറസ്. ആരാണ് ഡേഞ്ചറസ് എന്ന് കാണ്. എന്റെ പേര് അരുണെന്നാ. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ACP കിരൺ തരുന്ന പ്രഷറിലും ടോർച്ചറിലും എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചേ. ക്രിമിനൽസിന്റെ അടുത്തുനിന്ന് പോലീസ് നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷേ ഇതുപോലത്തെ സിക്ക് മൈൻഡഡ് ഓഫീസേഴ്സ് ക്രിമിനൽസിനെക്കാട്ടിലും ഡേഞ്ചർ ആണ് ഇവര്. ഈ സൊസൈറ്റിക്ക് തന്നെ വലിയൊരു ത്രെട്ട്. അവര് കാരണം എന്റെ പാരന്റ്സിന്റെ മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ മരണത്തിന് ശേഷം ആ പോലീസുകാർക്ക് തക്ക ശിക്ഷ നേടിത്തരണം. ഇതാണ് എന്റെ ഡെഡ് വിഷ്. അവര് കാരണം ബാധിക്കപ്പെട്ട അവസാനത്തെ പയ്യൻ ഞാനായിരിക്കട്ടെ. I miss you friends. I miss you daddy. ഇവന്റെ മരണത്തിന്റെ പിന്നില് തീർച്ചയായിട്ടും ഒരുത്തനുണ്ട്. അവനാര്? ഹൂ? അവനല്ല ചെയ്തതെന്ന് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് അറിയുമ്പോ പിന്നെ എന്തിനാ കേസ് ഇട്ടത്? അവൻ ഇത് ചെയ്തില്ലെങ്കിലും അവനും ഈ വെബ്സൈറ്റിനും തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സാറിന് ഇത് മനസ്സിലാവാത്ത ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. എന്നെ യൂസ് ചെയ്ത് അരുൺ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ അലേർട്ട് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ട്രൈ ചെയ്തത്. എന്നെ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നേ അരുണിനെ ടാർഗറ്റ് ചെയ്ത് യൂസ് ചെയ്തത് ഞാനാണെന്ന്. അതുകൊണ്ടാ പറഞ്ഞത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് ഒരു സിക്ക് മൈൻഡഡ് ഡേഞ്ചറസ് ഇമോഷണൽ ബാസ്റ്റർഡ് ആണ്. Are you out of your mind? ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിങ്ങളെ വിടുമെന്ന് വിചാരിച്ചോ? You are suspended. Sir, I'm not the first, I'm not the last. Please വിശ്വസിക്കൂ സർ. സർ, അവൻ മാത്രമല്ല എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളും കൂടിയാ.
സാറേ ഞങ്ങൾ രാവിലെ 6 മണി മുതൽ ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാ. ഞങ്ങളെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി നോക്കായിരുന്നു. ഒന്ന് വിട് സാറേ, ഞങ്ങൾ പൊക്കോട്ടെ. കുറച്ചേരം ഇവിടെ നിൽക്ക്, സാർ വന്നോണ്ടിരിക്കുക. ആരാടാ ആദ്യം കണ്ടത്? ഞങ്ങളാ സാറേ കണ്ടത്. എത്ര മണിക്കായിരുന്നു സംഭവം? 6 മണിക്കാണ് സാർ. വേറെന്തെങ്കിലും കിട്ടുമെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ശരി സർ. നന്നായി നോക്ക്, ഒന്നും മിസ്സാവരുത്. ആ ഓക്കെ സർ. സർ, ഇവിടെ എന്താ സർ നടന്നത്? ഈ പെണ്ണിന്റെ ആറ്റിറ്റ്യൂഡിന് സസ്പെൻഡ് ചെയ്യുന്നതാണ് ശരി. ഗുഡ് മോർണിംഗ്. ഒരല്പം പോലും ബുദ്ധിയില്ല. യൂണിഫോം ഉണ്ടെന്നുള്ള അഹങ്കാരം അവൾക്ക്. അങ്ങനെ ഉണ്ടാവൂ. ഇവർക്ക് സസ്പെൻഷൻ അല്ല, ടെർമിനേറ്റ് ചെയ്യാ വേണ്ടത്. ഒരു പെണ്ണിന് ഇത്ര അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. നീ പറയുന്നത് ശരി തന്നെയാ. ചേച്ചി, എവിടേക്കാണ് പോകുന്നേ? ചേച്ചിന്നും പറഞ്ഞ് ഓടുന്നതൊക്കെ നിർത്തിക്കോ ഇനി. ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച് ആ വഴിയിലൂടെ നമ്മൾ നടന്നാൽ മാത്രം മതി, മറ്റൊന്നും തന്നെ ആവശ്യമില്ല. ഇന്ന് കാലത്ത് കിട്ടിയ കൈവിരൽ ഒരു പെൺകുട്ടിയുടേതാണെന്ന് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് മുഴുവനായും ഡീകമ്പോസ് ആയതുകൊണ്ട് ആ ഫിംഗർ പ്രിന്റിൽ ക്ലാരിറ്റി ഇല്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അധികം വൈകാതെ തന്നെ കുറ്റവാളിയെ പിടികൂടും. ഇന്ന് രാവിലെ സൗത്ത് സ്റ്റേഷന്റെ അരികിൽ ഒരു പെണ്ണിന്റെ വിരൽ വെട്ടിയ നിലയിൽ കിട്ടിയിരിക്കുന്നു. ആ വിരൽ ആരുടേതാണ്? ഹലോ അച്ഛാ. എന്താ മോളെ ഫോൺ എടുക്കാൻ ഇത്രയും താമസിച്ചത്? അത് അച്ഛാ, ഇവിടെ കുറച്ച്. ശരി ശരി, ടിവിയിൽ വന്ന ന്യൂസ് കണ്ടതിന് ശേഷം ഇവിടെ എല്ലാവർക്കും ടെൻഷനാ മോളെ. ആ അതെ അച്ഛാ, ഞാനും ഇപ്പോഴാ ആ ന്യൂസ് കണ്ടത്. സൂക്ഷിച്ചു വരണേ മോളെ. അത് ശരിയാ. ഇവളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ. അത് പ്രശ്നമില്ല, വിട്ടേക്ക്. എന്താ വിജയകുമാർ സാറേ, പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ എപ്പോഴും അപകട. ഏയ്, ഒന്ന് പോവാൻ നോക്ക്. എന്തുപറ്റി പോലീസ്? എന്തു പറ്റി? നിങ്ങൾ എപ്പോഴും ഗംഭീരമായിട്ടല്ലേ നടന്നു പോകുന്നേ? ഇപ്പൊ എന്തോ തെറ്റ് ചെയ്തതുപോലെ തലകുനിച്ചാണല്ലോ നടക്കുന്നത്. അങ്ങനെയാണോ? ഇപ്പൊ ഓക്കെ ആയോ? ഫൈൻ. പോലീസ്,